എന്തുകൊണ്ടാണ് ഒരാൾ വണ്ണം കൂടുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് എന്താവുന്നു? കൊഴുപ്പായിട്ട് സ്റ്റോറേജ് വരുന്നു. ഇതാണ് അതിന്റെ ബേസിക് റീസൺസ് അല്ലേ? ഓക്കെ, എവിടെയാണ് ഈ കാർബോഹൈഡ്രേറ്റ് വരുന്നത്? പഞ്ചസാര നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ചോ, ചായയിലോ ജ്യൂസിലോ മിഠായി ആയിട്ട് ബിസ്ക്കറ്റ് ആയിട്ട് എന്ത് കഴിച്ചാലും എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, ധാന്യങ്ങൾ നിങ്ങൾ അരി ഗോതമ്പ് എന്ത് ധാന്യം നിങ്ങൾ ഉപയോഗിച്ചോ സാധനം എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. കിഴങ്ങ് വർഗ്ഗങ്ങൾ നിങ്ങൾ കപ്പയാവട്ടെ ഉരുളക്കിഴങ്ങാവട്ടെ അല്ലെങ്കിൽ എന്താ പറയുക ചേനയാവട്ടെ എന്ത് കിഴങ്ങ് വർഗ്ഗങ്ങൾ നിങ്ങൾ കഴിച്ചോ അതിൽ എന്തുണ്ട്? ആവശ്യത്തിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഓക്കെ, ഈ കാർബോഹൈഡ്രേറ്റ് നിങ്ങൾ കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഡയറ്റ് കിട്ടുന്നുണ്ടോ? ന്യൂസിലാൻഡിൽ നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് എന്താ കീറ്റോ ഡയറ്റ് എന്നാണ്? നിങ്ങൾ പഞ്ചസാര തൊട്ടു പോകുന്നത്, ഓക്കെ, ധാന്യങ്ങൾ തൊട്ടു പോകുന്നത്, ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ അരി ഗോതമ്പ് ഒരു സാധനം തൊട്ടു പോകുന്നത്, അതോടൊപ്പം തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്ത് ചെയ്യരുത്? ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് പാലോ പാലിന്റെ ഉൽപ്പന്നങ്ങളോ എത്ര വേണമെങ്കിലും ചെയ്യാം, ഉപയോഗിച്ചോളൂ. നിങ്ങൾ മീനോ ഇറച്ചിയോ മുട്ടയോ വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ. ഓക്കെ, ഈ വക സാധനങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നാളെ ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിൽ നിങ്ങൾ ഇന്ന് കീറ്റോ ഡയറ്റ് എടുത്താൽ നാളെ രാവിലെ എന്താവും? നിങ്ങൾക്ക് ഷുഗർ കൂടില്ല. ഇതിന് നമ്മൾ വേറെ കബഡി നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നു. അപ്പോ എന്ന് പറഞ്ഞതുപോലെ ഈ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എങ്കിൽ പോലും ഈ നീല കളർ കാണുന്ന നമ്മൾ സാധാരണ റൊട്ടിയിൽ അല്ലെങ്കിൽ ചപ്പാത്തിയിലൊക്കെ കാണുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. ഏത് ഇത്രയും സാധനം കാണുന്നത് 77%. അതേ സമയത്ത് ഈ നീല കളർ കാണുന്ന സാധനം ഇത് 28% എന്തുള്ളൂ? ഒരു കാർബോഹൈഡ്രേറ്റ് ഉള്ളൂ. ഒരാളുടെ ബോഡിയിലേക്ക് എത്ര കാർബോഹൈഡ്രേറ്റ് ആണോ വേണ്ടത് അത്രയേ ഉള്ളൂ. ബാക്കി പ്രോട്ടീനും അതോടൊപ്പം തന്നെ ഫൈബേഴ്സും ആണ് ഇതിലുള്ളത്. ഞാനിത് നേരത്തെ ചില ചോദ്യം സാറിനോട് ചോദിച്ചു, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളുടെ പ്രോഡക്റ്റുകൾക്ക് റിസൾട്ട് കാണാൻ എത്ര ദിവസം വേണ്ടിയിരുന്നു? അപ്പോൾ പറഞ്ഞപ്പോൾ ഏകദേശം 1.5 മാസം. യാഡ് ലാബ്സിന്റെ പല പ്രൊഡക്റ്റുകളുടെയും റിസൾട്ട് കാണാൻ എത്ര ദിവസം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു 3-4 ദിവസം മതി. എന്നാൽ യാഡ്കോട്ടി എന്ന് പറഞ്ഞ സാധനം എന്താ അറിയോ? ഇതിന്റെ റിസൾട്ട് കാണാൻ 3-4 മാസവും വേണ്ട, 3-4 ദിവസം വേണ്ട. വിത്തിൻ 2 hours ഉള്ളിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് ചലഞ്ച് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കുന്നത്. എന്താ ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞാല്? വെല്ലുവിളിക്കുക. ആരെ വെല്ലുവിളിക്കുന്നത്? ഡയബറ്റിക് പേഷ്യൻസിനെ നിങ്ങൾ വെല്ലുവിളിച്ചോ. രാത്രി നിങ്ങൾ ഇൻസുലിൻ ചെയ്യണ്ട, രാത്രി നിങ്ങൾ ഗുളികയും കഴിക്കണ്ട, രാവിലെ ഇൻസുലിൻ ചെയ്യണ്ട, ഗുളികയും കഴിക്കണ്ട. നിങ്ങളുടെ വീട്ടിലേക്ക് എംപ്റ്റി സ്റ്റൊമക്കിൽ വരാൻ പറയില്ല. വന്ന ഉടനെ അയാളുടെ ബ്ലഡ് ഷുഗർ ഒന്ന് എന്ത് ചെയ്യാൻ ചെക്ക് ചെയ്യാം. ഒരു ഗ്ലൂക്കോമീറ്റർ ഉണ്ടെങ്കിൽ ആർക്കും ചെക്ക് ചെയ്യാലോ. ചെക്ക് ചെയ്തു, ബാബുവാണ് വന്നത് 172, നിങ്ങൾ എഴുതി വെച്ചു. ഇതുകൊണ്ടുണ്ടാക്കിയ ചപ്പാത്തിയോ റൊട്ടിയോ മറ്റേ പുട്ടോ ദോശയോ എന്താണെന്ന് വെച്ചാൽ കൊടുത്തോളൂ. മട്ടൻ കറിയോ ചിക്കൻ കറിയോ എന്ത് കറി വേണമെങ്കിൽ കൂട്ടിയിട്ട് കഴിക്കട്ടെ. ഓക്കെ, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇടിയപ്പോ ഇഡ്ഡലിയോ വേറെ എന്ത് കഴിച്ചു കഴിഞ്ഞാലും ഡയബറ്റിക് എന്തായിട്ടുണ്ടാവും? ഉണ്ടാവും. ഇത് നിങ്ങളൊന്ന് കൊടുത്തു നോക്കൂ, 100% ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയാം ഡയബറ്റിക് എന്താവില്ല, കൂടില്ല, ഷുഗർ ലെവൽ കൂടില്ല. മഹാഭൂരിപക്ഷം വരുന്ന വ്യക്തികൾക്കും ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ എന്തായിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ, ഇന്ത്യൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലല്ല കേട്ടോ, കേരളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് നിൽക്കുന്ന സ്ഥലം എവിടെയാ? ലുലു. നിങ്ങൾ ലുലുലൊന്ന് പോയിട്ട് 2-3-4 മണിക്കൂറൊന്നും നോക്കൂ, ഇതിന് സമാനമായ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തിരഞ്ഞാൽ കിട്ടില്ല. ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യൻ മാർക്കറ്റ് ഇത്തരത്തിലൊരു പ്രൊഡക്റ്റ് ഇല്ല. 45,000 കോടിയുടെ മാർക്കറ്റാണ് യാഡ് ലാബ്സ് എന്ന കമ്പനി ഒറ്റ പ്രൊഡക്റ്റ് ലക്ഷ്യപ്പെടുന്നത്. എന്താ 45,000 കോടി എന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാരണം എന്താ അറിയോ? ഒറ്റ സിംഗിൾ പ്രൊഡക്റ്റിൽ യാഡ് ലാബ്സ് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? 45,000 കോടിയുടെ മാർക്കറ്റാ. 2 മണിക്കൂർ കൊണ്ട് റിസൾട്ട് കാണുന്ന ഒരു പ്രൊഡക്റ്റാ. ഇന്ത്യ ഗവൺമെന്റ് കണക്കുണ്ട്, ആ കണക്കോടെ പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് അവിടെ നിർത്താം. ഇന്ത്യ ഗവൺമെന്റ് കണക്ക് എന്താ അറിയോ? ഒന്നാമത്തെ കണക്ക്, ഇന്ത്യൻ ജനതയിലെ 40% ആൾക്കാർ ഡയബറ്റിക്കാണ്. അത് വലിയൊരു ഞെട്ടലുണ്ടാക്കുന്ന കണക്കാണോ? അല്ലല്ലോ. ഇപ്പോ നമ്മളിപ്പോ ഇവിടെ 15 ആൾക്കാർ ഇരിക്കുന്നുണ്ട് അല്ലേ? ഈ 15 ആളിൽ ഡയബറ്റിക് ആരൊക്കെ നമ്മൾ കൈ പൊക്കാൻ പറഞ്ഞാൽ നമ്മളുണ്ടായിരിക്കും ഒരു 5-6 എന്തുണ്ടാവും? ഡയബറ്റിക് ഉണ്ടാവും. അത് നമുക്ക് വലിയൊരു പ്രശ്നമല്ല. ഇനിയിപ്പോ നാളെ സാർ ഡയബറ്റിക് ആണോ? അല്ല. ഇനിയിപ്പോ ഒരു 2 മാസം അല്ലെങ്കിൽ 6 മാസം വരാതിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ ഡയബറ്റിക് ആണ് പറഞ്ഞാൽ നിങ്ങൾ ആകെ തളരുമോ? കാരണം എത്രയോ ആൾക്കാർക്ക് വരുന്ന രോഗമാണ്. നമുക്കറിയാം, എന്ത് ചെയ്താൽ മതി? ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി, ടാബ്ലറ്റ് ഒക്കെ ഒന്ന് കഴിച്ചാൽ മതി. ആ കണക്ക് ആരെയും ഞെട്ടിക്കുന്ന കണക്കല്ല. ഏത്? 40% ആൾക്കാർ ഡയബറ്റിക്. ഇന്ത്യൻ പോപ്പുലേഷൻ എത്ര കണക്കിന്റെ എടുത്തത് 100 കോടി എടുത്തോ. 100ന്റെ മുകളിൽ എടുത്തില്ല, 140, 150 100 എടുത്തോളൂ.
അപ്പോ 100 കോടി ജനങ്ങളിൽ 40% ആൾക്കാരെ ഡയബറ്റിക് ആണെന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരെ ഡയബറ്റിക്? 40 കോടി അല്ലേ? രണ്ടാമത്തെ കണക്കിന് സർക്കാരുണ്ട്. അതെന്താ അറിയുമോ? ആ 40 കോടി ആൾക്കാരില് 40% ആൾക്കാർ, 40% എത്രയും 16 കോടി. ആ 16 കോടി ആൾക്കാർക്ക് ഇന്നല്ലെങ്കിൽ നാളെ, നാളല്ലെങ്കിൽ മറ്റന്നാൾ അവരുടെ അവയവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് നല്ലൊരു കണക്കല്ല. ഹരിദാസ് സാറ് ഡയബറ്റിക് ആണ്, അൻവർ ഡയബറ്റിക് ആണ്. ഓക്കെ, നാളെ ഹരിദാസ് സാറിന്റെ കാല് മുറിക്കുന്നു, അൻവറിന്റെ കൈ മുറിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലൊരു കണക്കല്ല ആ റിയാലിറ്റിയിലേക്ക് വരുന്ന ദിവസം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഡയബറ്റിക് ആണെന്ന് പറഞ്ഞിട്ട് ഞെട്ടാനൊന്നും പോകുന്നില്ല. അപ്പോ എനിവേ ഇവിടെ നമുക്ക് ആ ഒരു സമയത്താണ് ഒരു ഇൻസുലിനും വേണ്ട, ഒരു ഇതും വേണ്ട. ഒരു അലോപ്പതി ഡോക്ടറെ കണ്ണില് ഒരു ഡയബറ്റിക് പേഷ്യൻസിന് എത്ര കാലം ചികിത്സിക്കണം? അലോപ്പതി ഡോക്ടേഴ്സിന്റെ കണ്ണില് മരിക്കുന്നത് വരെ ഇല്ലേ? അല്ലാതെ 6 മാസം കഴിച്ചിട്ട് തീർന്നു നിർത്തുന്ന പരിപാടിയല്ലോ. ഇവിടെ ഒരു ഇൻസുലിൻ, നിങ്ങളെ നന്നായിട്ട് ഇൻസുലിൻ കൊടുക്കുന്ന ഒരു പേഷ്യന്റ്, നിങ്ങൾ ടെസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കൂ. ഇത്ര വലിയ സംഭവമൊന്നുമില്ല. എത്രയുള്ള വില? എത്രയ്ക്കാ? 1 കിലോ. 1 കിലോന്റെ ഏകദേശം 40-50 ചപ്പാത്തി ഉണ്ടാക്കാം. 50 ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരു ചപ്പാത്തിയുടെ വില നിങ്ങൾ നോക്കുന്ന സമയത്ത് ഏകദേശം 15 രൂപ. നമ്മളൊരു പൊറാട്ട ഹോട്ടലിൽ മേടിച്ചാൽ ഏകദേശം എത്ര കൊടുക്കണം? 10-15 രൂപ കൊടുക്കണം.